11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്റർ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഉള്ളിൽ ഒരു ഹോമിയോസ്റ്റേസിസ് ഉണ്ട്, അതായത് ഒരു സന്തുലിതാവസ്ഥ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് നമ്മുടെ ടെമ്പറേച്ചർ, ബോഡിയുടെ താപനില, അതെപ്പോഴും നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കും അല്ലേ. അതുപോലെ നമ്മുടെ pH ലെവൽ പല ഭാഗത്തും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മുടെ ഓസ്മോ റെഗുലേഷൻ, അങ്ങനെ ഒരു റിയാക്ഷൻസ് നടന്ന് അതെല്ലാം പ്രോപ്പറായിട്ട് വെച്ചാൽ മാത്രമേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഒത്തിരി ഓർഗൻസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഓർഗൻസ് എല്ലാം പരസ്പരം ഒരു കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമേ അത് ഫലവത്താവുകയുള്ളൂ. അല്ലാതെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണം? കൂടുതൽ എനർജി നമ്മുടെ ബോഡി ഡിമാൻഡ് ചെയ്യും അല്ലേ. എനർജി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അപ്പോൾ പോയി ഓടിച്ചെന്ന് കഴിക്കാൻ പറ്റും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ? ഇല്ല. നമ്മുടെ കയ്യിലുള്ള റിസർവായ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത്? ഓക്സിജൻ കൂടുതൽ വേണം അല്ലേ. അപ്പോൾ ഓക്സിജൻ കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ റെസ്പയർ ചെയ്യാൻ തുടങ്ങും. ശ്വസനഗതിയിൽ വ്യത്യാസം വരും. നമ്മളിങ്ങനെ കിതയ്ക്കാൻ തുടങ്ങും അല്ലെ എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് കൂടുതൽ ഓക്സിജൻ എടുത്തു. ഇനി ഓക്സിജൻ ഈ ലങ്സിൽ എത്തിക്കഴിഞ്ഞാലും അതുകൊണ്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ഈ ഓക്സിജനെ ഓരോ സെല്ലിലേക്കും എത്തിക്കാൻ ആര് വേണം? ബ്ലഡ് വേണം. അപ്പോൾ ബ്ലഡ് സപ്ലൈ കൂടിയാലല്ലേ അത് നടക്കുകയുള്ളൂ. നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റും കൂടും. ഹാർട്ടും പെട്ടെന്ന് പമ്പ് ചെയ്ത് നമുക്ക് എല്ലായിടത്തും എത്തിയിട്ടും കൂടുതൽ ബ്ലഡ് എത്തിക്കും. ആ ബ്ലഡിൽ കൂടി ഓക്സിജൻ എത്തുന്നു. അങ്ങനെ നമ്മുടെ മസിൽസിനൊക്കെ നല്ല എനർജി കിട്ടുകയും ചെയ്യുന്നു. ഇനി എക്സസൈസ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് കൂൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്മുടെ ഓർഗൻസ് എല്ലാം തന്നെ, അതായത് ഹാർട്ട്, ലങ്സ്, മസിൽസ്, ബ്ലഡ് വെസൽസ്, കിഡ്നി, ഇവരെല്ലാം പതുക്കെ പഴയ പടിയിലേക്ക് എത്തുന്നു. അതിനെ നമ്മൾ വാർമിംഗ് ഡൗൺ എന്ന് പറയില്ല, നമ്മൾ കൂൾ ഡൗൺ ചെയ്ത് എത്തിക്കണം. അപ്പോൾ അത് സ്വാഭാവികമായും നോർമലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോർഡിനേറ്റഡ് ആക്ടിവിറ്റിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാ ഓർഗൻസും കോർഡിനേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സാധ്യമാക്കും? ആരാണ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്? അതിന് നമുക്ക് 2 സിസ്റ്റംസ് ആണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ന്യൂറൽ സിസ്റ്റം, അതായത് നെർവ്സ് കൊണ്ട്, നെർവ് എന്ന് പറഞ്ഞാൽ ലോങ് ത്രെഡ് ലൈക്ക് സെൽസ് ആണ് അല്ലേ. ഈ നെർവ് കൊണ്ട് പോയിന്റ് ടു പോയിന്റ് നമ്മുടെ ബോഡിയിലെ ഓരോ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്കൊരു എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ട്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നമ്മൾ കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത്, പ്രധാനമായിട്ടും ഹോർമോൺസ്. പക്ഷേ അവിടെ നമ്മൾ ഈ ന്യൂറൽ കണക്ഷൻ അല്ല, അത് എല്ലായിടത്തേക്കും ഡിഫ്യൂഷൻ വഴിയാണ് എത്തുന്നത്. അവിടെ ഒരു ന്യൂറൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ ആരും ഇല്ല, ഒരു ഡക്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനിയുള്ള ഈ ചാപ്റ്ററുകൾ, അടുത്ത 2 ചാപ്റ്ററിൽ, ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ന്യൂറൽ സിസ്റ്റം പഠിക്കും, രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം, അതായത് കെമിക്കൽ കോർഡിനേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി പല ഓർഗാനിസം നോക്കുമ്പോഴേക്കും നമുക്കറിയാം, എല്ലാ ഫിസിയോളജി നമ്മൾ പഠിച്ചപ്പോഴും അവരുടെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ച് തന്നെ പ്രവർത്തനങ്ങളും വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ലോവർ ആയിട്ടുള്ള ഒരു ആനിമലാണ് ഹൈഡ്ര എന്ന് പറയുന്നത്. ഈ ഹൈഡ്രയിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ് ഉള്ളൂ. അതിന് ബ്രെയിനോ അല്ലെങ്കിൽ ന്യൂറോൺസ് കൂടിച്ചേർന്ന് ഗാംഗ്ലിയോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. കാരണം അവർ വളരെ സിംപിളി ഓർഗനൈസ്ഡ് ഒരു ഓർഗാനിസമാണ്. പക്ഷേ നമ്മൾ ഷഡ്പദങ്ങൾ അഥവാ ഇൻസെക്ട്സിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുന്നു? അവർ ഇത്തിരി കൂടി ഡെവലപ്ഡ് ആയി അല്ലേ. ഹൈഡ്രയെക്കാളും കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ് ആർത്രോപോഡ എന്നുള്ള ഫൈലം. അപ്പോൾ അതിൽ വരുമ്പോഴേക്കും അവർക്ക് എന്തുണ്ട്? ഒരു ചെറിയ ബ്രെയിനും കുറച്ച് ന്യൂറോൺസിൻ്റെ അഗ്രിഗേറ്റ്, ന്യൂറോൺസ് കൂടി ചേരുമ്പോൾ നമ്മൾ അതിനെ എന്ന് പറയും ഗാംഗ്ലിയ എന്ന് പറയുന്നു. ഇനി വെർട്ടിബ്രേറ്റ്സിൽ വന്നാലോ, നമ്മളെപ്പോലെ ബാക്ക് ബോണൊക്കെ ഉള്ള നല്ല വെർട്ടിബ്രേറ്റ്സിലോട്ട് വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? വെൽ ഡെവലപ്ഡ് ന്യൂറൽ സിസ്റ്റമാണ്. കാരണം നമ്മുടെ കോംപ്ലക്സിറ്റി കൂടി. അപ്പോൾ അതിനെയൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ, ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ന്യൂറൽ സിസ്റ്റം തന്നെ നമുക്ക് വേണം. അപ്പോൾ ഇനി നമുക്ക് ഹ്യൂമൻ ബീങ്സിൻ്റെ ന്യൂറൽ സിസ്റ്റത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിനെ പ്രധാനമായി 2 ഭാഗങ്ങളായിട്ടാണ് ആദ്യമായി തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ബോഡിയിൽ സെൻട്രലായിട്ട് വരുന്ന ഭാഗത്താണതുള്ളത്. അതുകൂടാതെ ഏറ്റവും കൂടുതലുള്ള ഡിസിഷൻസ് എടുക്കുന്നത് കൺട്രോളിങ് സെൻറ്റർ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ CPU എന്ന് പറയില്ലേ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. അതേസമയം പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറി എന്ന് പറഞ്ഞാൽ തന്നെ സൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്ററിലുള്ള ബ്രെയിനും സ്പൈനൽ കോഡിനെയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന
എല്ലാ നെർവ്സും കൂടെ വരുന്നതാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ നെർവ്സ് എല്ലാം രണ്ട് തരത്തിലുണ്ട്, അഫറൻറ്റ് ഫൈബേഴ്സും എഫറൻറ്റ് ഫൈബേഴ്സും. അഫറൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തു നിന്നും CNSലേക്ക് മെസ്സേജ് കൊണ്ടുവരുന്നവരാണ് അഫറൻറ്റ് ഫൈബേഴ്സ്. അതേസമയം നമ്മുടെ ബ്രെയിൻ സ്പൈനൽ കോഡ്, അതായത് CNSൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മുടെ റെഗുലേറ്ററി ഇമ്പൾസസിനെ കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫറൻറ്റ്. അപ്പം നമ്മൾ നേരത്തെ കിഡ്നിയിൽ നെഫ്രോണിലും പഠിച്ചിട്ടല്ലേ, അഫറൻറ്റും എഫറൻറ്റും. വരുന്നത് അഫറൻറ്റ്, അകത്തേക്ക് അഫറൻറ്റ്, പുറത്തു പോകുന്നത് എക്സിറ്റിംഗ് എഫറൻറ്റ്. അങ്ങനെ ഓർത്താൽ മതി. ഇനി ഈ പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിനെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ന്യൂറോൺസിൻ്റെ ടൈപ്പാണ്, വരുന്നതും പോകുന്നതും. പക്ഷേ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം, മറ്റേത് ഓട്ടോണമസ് ന്യൂറൽ സിസ്റ്റം. ഓട്ടോണമസ് എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ സ്കെലിറ്റൽ മസിൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് CNSനെ സ്കെലിറ്റൽ മസിൽസിലേക്ക് കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സ് എല്ലാവരും കൂടിയാണ് എന്ത്? ഈ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിൽ വരുന്നത്. അതേസമയം നമ്മുടെ CNSനെ സ്മൂത്ത് മസിൽസുമായിട്ട്, സ്മൂത്ത് മസിൽസ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ വിസറൽ ഓർഗൻസ്. അവർ നമ്മുടെ ബ്രെയിൻ്റെ കൺട്രോൾ, ഡയറക്റ്റ് നമ്മുടെ കോൺഷ്യസ് വില്ലിലല്ല അല്ലേ, അവർ ഇൻവോളണ്ടറി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളവരെ കണക്ട് ചെയ്ത് ഇൻവോളണ്ടറി ആയിട്ടുള്ള പാർട്ടിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം രണ്ട് തരത്തിലുണ്ട്, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. പ്രധാനമായിട്ടും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കൺട്രോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, നമ്മുടെ അഡ്രീനലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്ട്സ് ആണ് ഇവിടെ. BP കൂടുന്നു, അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇതിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിക്കുന്നത് ആരാണ്? പാരാസിമ്പത്തറ്റിക്. നമ്മൾ പാരാസിമ്പത്തറ്റിക്, നമ്മൾ ശരിക്കും ഈ ടെൻഷൻ വരുമ്പോഴേക്കും നമ്മൾ എപ്പോഴും പറയും നമ്മളിങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറയും അല്ലേ. നമ്മൾ ശരിക്കും ഡീപ്പ് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ പാരാസിമ്പത്തറ്റിക്കിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയുന്നു അവിടെ. ഓക്കെ. ഇനി ഇത് കൂടാതെ ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ സ്പൈനൽ കോഡിനെയും ശരീരഭാഗങ്ങളുമായി കണക്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്രെയിനിൽ നിന്ന് ഏതാണ്ട് 12 പെയേഴ്സ് ഓഫ് നെർവ്സ് ആണ് എറൈസ് ചെയ്യുന്നത്, ഞരമ്പുകൾ. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രേനിയൽ നെർവ്സ്. അതായത് ബ്രെയിനിൽ നിന്ന് പുറപ്പെടുന്നവയെ നമ്മൾ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നു. അപ്പോൾ സ്പൈനൽ കോഡിൽ നിന്ന് പുറപ്പെടുന്നതോ സ്പൈനൽ നെർവ്സ്. അത് 31 പേരാണ് ഉള്ളത്. സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത് നിങ്ങൾ 9th-ലും 10th-ലും ഒക്കെ പഠിച്ച ഒരു സ്ട്രക്ചറാണ്. സാധാരണ സെല്ല് പോലെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. പക്ഷേ ഓൺലി തിങ് ഈ മെമ്പറൈനിൽ എന്തുണ്ട്? ലാർജ് എക്സ്റ്റൻഷൻസ് ഉണ്ട് അല്ലേ. ഈ ചെറിയ എക്സ്റ്റൻഷൻസും പിന്നെ ഒരു എക്സ്റ്റൻഷൻ എന്താണ്? വളരെ നീളമുള്ളതാണ്. പിന്നീട് അതും അതിൻ്റെ എൻഡിൽ എന്തായിട്ട് മാറും? ബ്രാഞ്ച്ഡ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ എക്സ്റ്റൻഷനെ നമ്മൾ എന്ത് പറയും? ഡെൻഡ്രൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഇനി ഈ തലയുടെ ഭാഗത്തിനെ നമ്മൾ സെൽ ബോഡി എന്ന് പറയും. സെൽ ബോഡിയിൽ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസും സൈറ്റോപ്ലാസും. അതുകൂടാതെ കുറച്ച് ഗ്രന്യൂൾ സ്ട്രക്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും ഈ സൈറ്റോപ്ലാസത്തിൽ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് നിസിൽസ് ഗ്രന്യൂൾസ്. ഈ ഗ്രാനുലാർ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടിച്ചേർന്നതാണ്. അപ്പോൾ അതിനകത്ത് ധാരാളം റൈബോസോം അതിൻ്റെ സർഫസിൽ അറ്റാച്ച് ചെയ്തിരിക്കും, ചിലപ്പോൾ പോളിസോംസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണത് ഗ്രന്യൂൾസ്, നിസിൽസ് ഗ്രന്യൂൾസ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രോട്ടീൻ സിന്തസിസ് ആയിരിക്കും. ഇനി ഈ ചുറ്റുമുള്ള ഇൻഫർമേഷൻ എല്ലാം വലിച്ചെടുത്ത് റിസീവ് ചെയ്ത് സെൽ ബോഡിക്ക് കൊടുക്കുന്നത് ആരാ? ഈ ഡെൻഡ്രൈറ്റ്സ് ആണ്. ഇനി ഈ നീളമുള്ള ബ്രാഞ്ചിനെ നമ്മൾ എന്ത് പറയും? ആക്സോൺ എന്ന് പറയും. ഈ ആക്സോണിന്റെ എൻഡിലുള്ള ബ്രാഞ്ചിനെ നമ്മൾ എന്ത് പറയും? നെർവ് എൻഡിങ്സ് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ് എന്നാണ് ഈ ഒരു ബൾജിങ്ങിനെ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഈ സിനാപ്റ്റിക് നോബിനകത്ത് ചില വെസിക്കിൾസ് ഉണ്ട്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയും? സിനാപ്റ്റിക് വെസിക്കിൾസ്. അതിനകത്ത് ചില കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കലിനെ പറയുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. These chemicals are called neurotransmitters. Here, ഈ ആക്സന്റെ പുറത്തായിട്ട് ചില സെൽസ് കവർ ചെയ്യുന്നുണ്ട്. ഈ കവർ ചെയ്യുന്ന സെല്ലിനെ പറയുന്ന പേരാണ് ഷോൺ സെൽ. ഇതൊരു ഷോൺ സെൽ. ഇത് ഓവറോൾ കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. 3 dimensional ആകുമ്പോൾ ഒരു നമ്മുടെ ഈ വയറിന്റെ പുറത്ത് ഇൻസുലേഷൻ ഉള്ളതുപോലെ
ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് നോഡ് ഓഫ് റാൻവീർ. നോഡ് ഓഫ് റാൻവീർ. ഓക്കെ, അപ്പോൾ ഷോൺ സെൽസ് ഉണ്ട്, നോഡ് ഓഫ് റാൻവീർ ഉണ്ട്. ഇനി ഈ ഷോൺ സെൽസ് ചിലപ്പോൾ ഈ ന്യൂറോണിനെ കവർ ചെയ്തിട്ട് ഒരു ഷീത്ത് ഉണ്ടാക്കും. അതിനെ പറയുന്ന പേരാണ് മൈലിനേറ്റഡ് ഷീത്ത്. അപ്പോൾ മൈലിനേറ്റഡ് ഷീത്ത് ഉണ്ടെങ്കിൽ അത് മൈലിനേറ്റഡ് ന്യൂറോൺ ആണ്. സാധാരണ നമ്മുടെ CNS കാണുന്നത്, നമ്മുടെ സ്പൈനൽ കോഡിലൊക്കെ കാണുന്നത് മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ്. ഇനി ഈ ഷോൺ സെൽസ് ഒരു മൈലിൻ ഷീത്ത് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ നോൺ മൈലിനേറ്റഡ് ഷീത്ത്. ഫോർ എക്സാമ്പിൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൽ, സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിലൊക്കെ ആ പാർട്ട് അതുപോലെ എന്താണ് കാണുന്നത്? നമ്മുടെ നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആണ് കാണുന്നത്. അപ്പോൾ ഷോൺ സെൽസ് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഒരു മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയാൽ മൈലിനേറ്റഡ് ന്യൂറോൺ, അതല്ലെങ്കിൽ അത് പാർഷ്യലി കവർ ചെയ്യുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? നോൺ മൈലിനേറ്റഡ്. ആ മൈലിൻ ഷീത്ത് ഉണ്ടാകുന്നില്ല. ഇനി ഈ നമ്പർ ഓഫ് ഡെൻഡ്രൈറ്റ്സും ആക്സോണും വെച്ചിട്ട് നമ്മൾ 3 തരം ന്യൂറോൺസ് ഉണ്ട്: യൂണിപോളാർ, ബൈപോളാർ ആൻഡ് മൾട്ടിപോളാർ. യൂണി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒന്ന്, അല്ലേ? യൂണിപോളാർ എന്ന് പറയുമ്പോൾ ആ ന്യൂറോണിന് ഒരു ആക്സോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ ഡെൻഡ്രൈറ്റ്സ് ഒന്നും തന്നെ ഇല്ല. ഇത് എവിടെയാണ് നമ്മൾ കാണുന്നത്? നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിലാണ് ഇത് കാണുന്നത്. വലുതാവുമ്പോൾ ഇതൊക്കെ റീപ്ലേസ് ആവും. ഇനി ബൈപോളാർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു ഡെൻഡ്രൈറ്റും ഒരു ആക്സോണും ഉണ്ട്. ഓക്കെ, ഒരു ഡെൻഡ്രൈറ്റും ഉണ്ട്, ഒരു ആക്സോണും ഉണ്ട്. നമ്മുടെ റെറ്റിനയിലാണ് കാണുന്നത്. റെറ്റിനയിൽ ഈ വീഴുന്ന ഇമേജസിൻ്റെ ആ ഒരു ഇമ്പൾസസ് അതിന് പിന്നിലുള്ള കൊറോയിഡ് ലെയറിലേക്ക് കൊടുക്കാനായിട്ട് അവിടെ നമുക്ക് ബൈപോളാർ ന്യൂറോൺസ് ആണ് ഉള്ളത്. അപ്പോൾ റെറ്റിന ഓഫ് ഐയിൽ ഏതാണ് കാണുന്നത്? ബൈപോളാർ ന്യൂറോൺസ്. മൾട്ടിപോളാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കുറേ ഡെൻഡ്രൈറ്റ്സും ഒരു ആക്സോണും ഉള്ളതാണ് മൾട്ടിപോളാർ. നമ്മുടെ ശരീരത്തിൽ മെജോറിറ്റി ആയിട്ട് കാണുന്നത് എന്താണ്? മൾട്ടിപോളാർ ന്യൂറോൺസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രെയിനിൽ എന്താണ് കാണുന്നത്? മൾട്ടിപോളാർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഒരു ആക്സൺ മാത്രം ആണ് എംബ്രിയോണിക് സ്റ്റേജിൽ കാണുന്നത്. അതിനെ നമ്മൾ യൂണിപോളാർ എന്ന് പറയും. ഇനി കണ്ണിൽ റെറ്റിനയിൽ കണക്ട് ചെയ്യുന്നത് ബൈപോളാർ ആണ്. ഒരു ഡെൻഡ്രൈറ്റ് ഉണ്ട്, ഒരു ആക്സോണും ഉണ്ട്, അത് ബൈപോളാർ. ഇനി മൾട്ടി എന്ന് പറയുമ്പോൾ ഒരു ടിപ്പിക്കൽ ന്യൂറോൺ, അതായത് കുറേ ഡെൻഡ്രൈറ്റ്സും ഉണ്ട്, ഒരു ആക്സോൺ ഉണ്ട്, അതാണ് മൾട്ടിപോളാർ ന്യൂറോൺ. ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.